കോട്ടയം ജില്ലയിൽ വാഴൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്രമായ മാറ്റത്തിലേക്ക്. കോട്ടയം ജില്ലയിൽ മലയോര മേഖലയുടെ കവാടമായി ഭൂപ്രകൃതിയാൽ മനോഹരമായ ഗ്രാമപഞ്ചായത്താണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലും സ്ത്രീ ശാക്തീകരണ മേഖലകളിലും വാഴൂർ മുൻപന്തിയിൽ തന്നെ. നിരവധി കലാകാരന്മാർ വാഴൂരിനെ പുറം ലോകത്തെത്തിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആരോഗ്യരംഗവും മാലിന്യമുക്ത നവകേരള പദ്ധതിയുമൊക്കെ മികവോടെ മുന്നേറുകയാണ്. ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കുകയാണ്. 2 പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി വനിതകളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ജിംനേഷ്യമാണ്. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് നൂതനമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു സർക്കാർ നൽകിയിരുന്നത്. അതിൻ്റെ ഭാഗമായി വനിതകളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഫിറ്റ്നസ് സെൻ്ററുകൾ തുടങ്ങണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്ത് അത്തരത്തിലുള്ളൊരു പദ്ധതി ഏറ്റെടുത്ത് അത് പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ ഫിറ്റ്നസ് സെൻറ്റർ മൾട്ടി സ്പെഷ്യാലിറ്റി ജിംനേഷ്യത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. 200 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീനറികളും ഇപ്പോൾ സജ്ജമാക്കി കഴിഞ്ഞു. ഒരു പരിശീലകയുടെ സാന്നിധ്യം എപ്പോഴും നമ്മളുടെ ജിംനേഷ്യത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ ജിംനേഷ്യത്തോടനുബന്ധിച്ച് ടോയ്ലറ്റ് സംവിധാനം, ഡ്രസ് ചേഞ്ചിങ് റൂം അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാമ്പത്തിക ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു വനിതകളെ സംബന്ധിച്ച് അവർക്ക് ജിംനേഷ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ ടൗണിലോ ഉള്ള ഏതെങ്കിലും സ്വകാര്യ ജിംനേഷ്യത്തെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. അവിടെ ഫീസിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൻപുറത്തെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഒരു സേവന പ്രവർത്തനം എന്ന നിലയ്ക്ക് കുറഞ്ഞ ചിലവിൽ ഈ സൗകര്യം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് അഡ്മിഷൻ ഫീസ് 250 രൂപ മാത്രമായിരിക്കും. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് ആദ്യത്തെ 1 വർഷക്കാലം പ്രതിമാസം 300 രൂപ മാത്രം ഫീസ് വാങ്ങിച്ചുകൊണ്ടാണ് ഈ സൗകര്യം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ചെറിയൊരു വർധനവ് മാത്രമായിരിക്കും അതിനുശേഷം അഡ്മിഷൻ എടുക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്നത്. എന്തായാലും കുറഞ്ഞ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സൗകര്യം വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വനിതാ ഫിറ്റ്നസ് സെൻ്ററിലുണ്ടാകും. ഇതോടനുബന്ധിച്ച് തന്നെ ഒരു യോഗ ക്ലബിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട്. യോഗ സൗകര്യം എല്ലാ ബുധനാഴ്ചയും, വെള്ളിയാഴ്ചയും, ശനിയാഴ്ചയും വൈകുന്നേരം ഫിറ്റ്നസ് സെൻ്ററിനോടനുബന്ധിച്ചുള്ള യോഗ ഹാളിൽ, അതിന് വേറെ യോഗ ഹാളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. യോഗ ഹാളിൽ യോഗ പരിശീലനം ഉണ്ടാകും. ആയുർവേദത്തിൽ MD ഉള്ള ഡോക്ടറാണ് പരിശീലക ആയിട്ടുണ്ടാകുന്നത്. ഡോക്ടർ ശ്രീമോൾ അല്ലെ അതിനു വേണ്ടിയിട്ട് നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം നമുക്ക് ആധുനിക സംവിധാനങ്ങളോടുകൂടിയിട്ടുള്ള ഫിറ്റ്നസ് സെൻ്ററും അതോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ടുള്ള നമ്മളുടെ യോഗ പരിശീലനവും ക്രമീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്ദേശം. അറിയാം, ഇപ്പം നമ്മൾ ക്യാൻസറിനും വൃക്കരോഗത്തിനുമൊക്കെ വിധേയരാകുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സർക്കാർ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്ത് നിലവിൽ ഡയാലിസിസിന് വിധേയരാകുന്ന വ്യക്തികൾക്ക് ഒരു മാസം പരമാവധി 4000 രൂപ ഇപ്പോൾ തന്നെ കഴിഞ്ഞ 3 വർഷക്കാലമായി ധനസഹായമായി നൽകി വരുന്നുണ്ട്. എങ്കിലും അത് കൂടാതെ അവരുടെ കൂട്ടത്തിലൊരു കരുതൽ, ഒരു കൈത്താങ്ങ് എന്നുള്ള നിലയ്ക്ക് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിൽ പ്രതിമാസം 500 രൂപ വീതം ഈ വ്യക്തികൾക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അത് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും ഒരു വർഷം 200 രൂപ വീതം സംഭാവന പിരിച്ചുകൊണ്ടും പൊതുജനങ്ങളിൽ നിന്നും സംഭാവന പിരിച്ചുകൊണ്ടുമാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് 1 ലക്ഷം രൂപ ഈ പദ്ധതിയിലേക്ക് സംഭാവന നൽകിയിരുന്നു. കുടുംബശ്രീ ചെയർപേഴ്സൻ്റെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടിലാണ് സംഭാവന ലഭിക്കുന്ന പണം ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഓരോ മാസവും അതാത് കുടുംബശ്രീ CDS അംഗങ്ങൾക്ക് ഈ പണം കൈമാറുകയും കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ധനസഹായത്തിന് അർഹമായ വ്യക്തികളുടെ വീടുകളിൽ സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് കുടുംബശ്രീയുടെ ക്യാൻശ്രീ എന്ന പദ്ധതി. അതോടൊപ്പം സ്കൂളുകൾക്ക് ലാപ്ടോപ്പ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം കൂടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നിർവഹിക്കും.